മാധ്യമങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കല്ലെറിയുന്നു. അക്കൂടെ എൻ്റെ വക 2 കല്ലൂടി ചെന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. മാങ്കൂട്ടത്തിനും സംഭവിക്കില്ല, നാട്ടുകാർക്കും സംഭവിക്കില്ല. അങ്ങനെയാണ് ഈ ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കി. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ ഒരു പ്രതികരണമാണ്. അപ്പോൾ ഒരു നീണ്ട വിശദീകരണക്കുറിപ്പ് കണ്ടു. അപ്പോൾ അതിലവർ പറയുന്നത് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല കുറ്റപ്പെടുത്തുന്നത്, ഈ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ മാങ്കൂട്ടം ചെയ്ത കുറ്റകൃത്യം എന്താണ്? ബലാത്സംഗം എന്നുള്ളത് നിലനിൽക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആപ്പാടെ ചെയ്ത കുറ്റകൃത്യം ഈ പെൺകുട്ടികളെയൊക്കെ വിവാഹ വാഗ്ദാനം നൽകി അവരെയെല്ലാം ദുരുപയോഗം ചെയ്തു, ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പരസ്പര സമ്മതത്തോടുള്ള ബന്ധം. അവിടെ ഒരു ബലാത്സംഗത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി ഈ മുഖ്യ ഇരയെന്ന് പറയുന്നത് അവരാണ് വിവാഹിത കൂടിയാണ്. ആ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ പിന്നെ അവർ വിവാഹമോചനമൊന്നും നേടിയിട്ടുമില്ല. ആ സമയത്താണ് ഇയാളുമായിട്ട് ബന്ധം ഉണ്ടാവുന്നത്. പിന്നെ ഗർഭഛിദ്രത്തിന് ഗുളിക കൊടുത്തു എന്ന് പറയുന്നു, ശക്തമായ കടുത്ത ഗുളിക കൊടുത്തു എന്ന്. അപ്പോൾ ഗുളിക തന്നു എന്നതുകൊണ്ട് അത് കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല അല്ലേ? അങ്ങനെ കഴിച്ച് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ഉടനെ അത് പിന്നെ സ്വീകരിക്കണമെന്നും അത് പിന്നെ ഉപയോഗിക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. അവിടെ ഒരു കുറ്റകൃത്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകനാകാനും ഒരു രാഷ്ട്രീയ നേതാവാകാനും കൊള്ളില്ല എന്ന് നമുക്ക് മനസ്സിലായി. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയുള്ള ഈ പിന്നെ ഏതൊരു സ്ത്രീയുടെയും പുറകെ പോകുന്ന ഒരു വ്യക്തിയാണോ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ വരേണ്ടത്? എല്ലാവർക്കും മാതൃകയാകേണ്ട വ്യക്തി. നേരെ മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് 3ാമത്തെ പ്രസിഡന്റ് പിന്നെ തോമസ് ജെഫേഴ്സനെ പറ്റി പറയുന്ന സ്കർട്ട് ചെയ്സർ എന്നാണ് പറയുന്നത്. ഏത് സ്കർട്ട് കണ്ടാലും പാവാട കണ്ടാലുടനെ അതിൻ്റെ പുറകെ പോകുന്ന ആൾ. അങ്ങേർക്ക് കറുത്തവർ അടിമകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ കറുത്തവർഗ്ഗക്കാർക്കെതിരെ ശക്തമായിട്ട് നിലകൊണ്ട ഒരാളാണ്. എങ്കിലും ആ ഒരു കറുത്തവർഗ്ഗക്കാരിയിൽ അദ്ദേഹത്തിന് മക്കളുണ്ടായി. അവരുടെ തലമുറ ഇപ്പോഴും ഉണ്ട് പല ഭാഗത്തായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഈ വിഷയകാര്യങ്ങളിൽ ഓരോരുത്തരും ഓരോ തരമാണ്, പലരും പലതരത്തിൽ. എങ്ങനെ വന്നാലും നമ്മുടെ ഒരു സാമൂഹിക മര്യാദ വെച്ച് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് നമുക്ക് അംഗീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം ഞാൻ ചിന്തിക്കുന്നത്, നാളെയോ മറ്റന്നാളോ ഈ അതിജീവിത എന്ന് പറയുന്ന പിന്നെ ഇര വേണ്ടി വന്നാൽ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, ഞങ്ങൾ ഒന്നിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു പ്രസ്താവനയൊക്കെ ഇറക്കി വേണ്ടി വന്നാൽ ഇവർ രണ്ടും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം ഇതിനെല്ലാം മാപ്പ് കൊടുക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനത്തെ ആണല്ലോ നമ്മുടെ സമൂഹം. കാരണം 2 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഇല്ല. ഏതൊരു വിവാദം വന്നാലും ഏതൊരു വിഷയം വന്നാലും അത് അവിടെ കൊണ്ട് അങ്ങ് തീരും. ആ പാടെ തോന്നുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉള്ള ആ പരാമർശമാണ്. അത് ഇന്നും നമ്മുടെ മനസ്സിലൊരു ഒരു ദുഃഖമായിട്ട്, ഒരു നോവായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരുവിധപ്പെട്ട മനുഷ്യരെ എല്ലാം അത് പറഞ്ഞു പരത്തിയവരും അത് വിശ്വസിച്ചവരും പിന്നെ അതിനെ ഇപ്പോൾ പോലും അത് വിശ്വസിക്കുന്നവരും. നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ എന്നുള്ളത്. എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ ഇരയെപ്പറ്റി പറയുന്നു. ഇര ഒരു സ്ത്രീ മാത്രമല്ല, അവരുടെ ഭർത്താവില്ലേ, ആ ഭർത്താവിന് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങേരെ ആരാണ്? പിന്നെ ആളുകൾക്ക് പലർക്കും അറിയാം ആരാണ് ഇവരെന്നൊക്കെ, പക്ഷേ ആരും പറയുന്നില്ല. പറഞ്ഞാൽ അന്നേരം അകത്താകും, കേസാകും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ പോലീസ് കിടന്ന് ഈ ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും ഇങ്ങനെ ഒരു ചെറുകിട കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയും അതിനുവേണ്ടി പാഞ്ഞു നടക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു 80% രാഷ്ട്രീയമാണ് ഇതിലുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു 20% കുറ്റകൃത്യങ്ങൾ കോടതിയിൽ എങ്ങനെ തെളിയിക്കും? ഇത് ബലാത്സംഗമോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളോ കോടതിയിൽ തെളിയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആകപ്പാടെ പറയാവുന്നത് ഒരു ചീറ്റിംഗ്, വിവാഹ വാഗ്ദാനം നൽകി ആളുകളെ സ്ത്രീകളെ ചീറ്റ് ചെയ്തു, കളിപ്പിച്ചു. അതുപോലും ഒരു കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളതും സന്ദേഹപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ആ ഭർത്താവിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഏതെങ്കിലും മീഡിയ ഒക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. അദ്ദേഹത്തിനും എന്തെങ്കിലും പറയാൻ കാണുമല്ലോ. അദ്ദേഹം ഒരു കഥാപാത്രമാണല്ലോ ഇതിൽ. എന്തായാലും ഈ തമാശ നാടകത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു, മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുന്നു. വളരെ നല്ലത്. പുറത്തായാലും പുറത്തായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം ഒന്നുമില്ല. ഈ രാഷ്ട്രീയത്തിൽ ഇതിലപ്പുറമൊക്കെയുള്ള രീതിയിലാണല്ലോ ഇന്നത്തെ കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെയും അലോസരപ്പെടുത്തുന്നു. നമ്മൾ ഇതേവരെ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇതെന്നുള്ളത് നമ്മളെ അലോസരപ്പെടുത്തുന്നത്. ഈ പുതിയ തലമുറയൊക്കെ ഇങ്ങനെയാണോ, രാഷ്ട്രീയ രംഗത്ത് വരുന്നവരൊക്കെ പോലും ഇങ്ങനെയൊക്കെയാണോ എന്ന്
എന്ന് നമ്മളും അസ്വസ്ഥപ്പെടുന്നു.